ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മാംസങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല മാംസമാണ് ആട്ടിൻ മാംസം എന്നാണ് ആയുർവേദം പറയുന്നത്. ആട്ടിൻ്റെ തലച്ചോറാണ് ഇന്ന് നമ്മൾ പൊരിക്കാൻ പോകുന്നത്. മുട്ട പൊരിക്കുന്നത് പോലെയൊക്കെ പൊരിക്കാവുന്ന ഒരു സംഭവമാണ്. പക്ഷേ ആദ്യം നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ തലച്ചോറിൻ്റെ വളർച്ചയ്ക്കും ബുദ്ധിവികാസത്തിനും ഒന്നാന്തരമാണ് ഈ ആട്ടിൻ്റെ തലച്ചോറ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഫാസ്റ്റ് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് മാതാപിതാക്കൾ പൈസ ചെലവിടാറുണ്ട്. പക്ഷേ ഇതുപോലെയുള്ള നല്ല സൂപ്പർ ഫുഡ് കൊടുക്കാനായിട്ട് പലരും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഇനിയെങ്കിലും ഇത്തരം ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതായിട്ടുള്ള ആടിൻ്റെ തലച്ചോറ് വാങ്ങിയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയൊക്കെ കൊടുക്കണം. അപ്പോൾ പിള്ളേർക്ക് നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും ഒക്കെ കിട്ടും. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ കുഞ്ഞ് പഠിക്കുന്നില്ല, ബുദ്ധിയില്ല, ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു കാര്യവുമില്ല. അപ്പോൾ ഈ രീതിയിലുള്ള ഫുഡ് നമ്മൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഇതൊരു ആടിൻ്റെ തലച്ചോറാണ് നമ്മൾ ചെറിയ പീസായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. ഞങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ ആടിൻ്റെ തലയും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ്. ആടിൻ്റെ തലച്ചോറ് നമ്മളൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. അങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്, കട്ട് ചെയ്ത് കഴുകി വെച്ചിരിക്കുന്നതാണിത്. ഇതിലേക്ക് പുരട്ടാൻ ആവശ്യമായ മസാല തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ഒരല്പം മല്ലിപ്പൊടി, അതേപോലെ തന്നെ ഒരല്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, പെരിഞ്ജീരകം പൊടിച്ചത്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത്. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആടിൻ്റെ തലച്ചോറ് ചെറിയ അളവിലാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ആടിൻ്റെയൊക്കെയാണ് വാങ്ങുന്നതെങ്കിൽ ഇൻഗ്രീഡിയൻസ് എടുക്കുമ്പോൾ അതേപോലെ ചെറിയ അളവിൽ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇത് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളതല്ലേ. അപ്പോൾ ഒരുപാട് എരിവും കാര്യങ്ങളും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് നമുക്കൊരല്പം ചേർക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് പുരട്ടി വയ്ക്കുക. ഒരല്പം വെളിച്ചെണ്ണ ചേർത്തിട്ട് പുരട്ടി വയ്ക്കുക. നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുളക് പൊടിയൊക്കെ വളരെ കുറച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ 2 ആടിൻ്റെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഇനി ലേശം വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. ഇതിന് നമ്മളൊരു 15 മിനിറ്റ് വെച്ചിരിക്കുക. ഇപ്പോൾ ഇതൊരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പാനിലേക്ക് ഇട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടപ്പത്ത് വയ്ക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ എണ്ണയിൽ ഡയറക്റ്റ് പൊരിച്ചെടുക്കാം. ഞാനിതിപ്പോൾ ഒരു അല്പം വെള്ളത്തിൽ ഒന്ന് വേവിച്ചതിന് ശേഷമാണ് പൊരിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതേ രീതിയിൽ ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് മൂടി വെച്ച് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ബ്രെയിൻ പാകത്തിന് വെന്തിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യുകയാണ്. ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതേപോലെ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ഞാനതിൽ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വറുത്ത് ആദ്യം മാറ്റുകയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ആടിൻ്റെ തലച്ചോറ് വേവിച്ച് വെച്ചിരിക്കുന്ന ഇതിലേക്ക് ചേർത്ത് പൊരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ആടിൻ്റെ തലച്ചോറ് പൊരിച്ചത് റെഡിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും പഠിക്കുന്ന കുട്ടികൾക്ക് ആടിൻ്റെ തലച്ചോറ് ഇതുപോലെ തന്നെ ഉണ്ടാക്കി കൊടുക്കുക. വളരെ
ഗുണകരമായിട്ടുള്ള ഒന്നാണ്. ഇതിപ്പോൾ നമുക്ക് ആടിനെ വെട്ടുന്നിടത്ത് തിരക്കി കഴിഞ്ഞാൽ ആടിൻ്റെ തലച്ചോറ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ പഠിക്കാൻ മടിയുള്ള പിള്ളേർക്ക്, ഒത്തിരി പഠിക്കാനൊക്കെയുള്ള കുട്ടികൾക്കൊക്കെ ഇത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അതൊരു വളരെ ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഇത് വാങ്ങുക, ഉപയോഗിക്കുക. വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും നല്ല ബുദ്ധിയോടെ തന്നെ വളരട്ടെ. അപ്പോൾ എല്ലാവർക്കും ഇത് പ്രയോജനകരമായിരിക്കും. നിങ്ങളുടെ സംശയങ്ങളും അതുപോലെ നിർദ്ദേശങ്ങളും ഒക്കെ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.